ക്രിസ്മസ് കേക്ക്സിന് വേണ്ടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി ബ്രോഡ്വേയിൽ വന്നതാണ്. അപ്പം എനിക്ക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ജാറൊക്കെ വേണം. ഓൾറെഡി നമ്മൾ ഭരണിയിലാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ജാറിലൊക്കെ ഇടുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ബ്രോഡ്വേയിൽ ഒരുപാട് കടകളുണ്ട് ഇതുപോലത്തെ ജാറൊക്കെ കിട്ടുന്നത്. അപ്പം ഞാനിങ്ങനെ നടന്ന് 2-3 ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നോ, പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ജാറ്, പിന്നെ റീസണബിൾ റേറ്റും ആണ്. നമുക്ക് മനസ്സിനാണെങ്കിൽ ജാറും കിട്ടുകയും ചെയ്തു. ഞാനൊരു 7 ലിറ്ററിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് കൊള്ളുന്നൊരു ജാറും എടുത്തു, പിന്നെ ഒരു 4 ലിറ്ററിൻ്റെ കൊള്ളുന്നതും എടുത്തു. അപ്പോൾ 7 ലിറ്ററിൻ്റെ 550, ഇതിന് 400 ആട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിച്ചോളൂ. അപ്പം ഞാൻ ഇത് രണ്ടും എടുത്തു. ആ ചേട്ടനോട് പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു. കാരണം നമുക്ക് വേറെയും കടകളിലൊക്കെ കയറണം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നോക്കാൻ. അപ്പോൾ ഇതുകൊണ്ട് നടക്കാൻ പറ്റുമല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നോ, ഞാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അവിടെ വെച്ച് വോയിസ് ഓവർ കൊടുക്കാൻ. പക്ഷേ എന്തോ റെക്കോർഡായില്ല. രണ്ടാമത് വോയിസ് ഓവർ കൊടുത്തതാട്ടോ. എന്നിട്ടിത് ഇപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കടയിൽ കയറിയേക്കുവാണ്. നമ്മൾ കുറച്ച് നടന്ന് ഇങ്ങനെ നോക്കണം. കാരണം നമുക്ക് ക്വാളിറ്റി എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. അപ്പം നന്നായിട്ട് നോക്കി തന്നെ എടുക്കണം ഡ്രൈ ഫ്രൂട്ട്സ്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മുടെ കസ്റ്റമർ നമ്മൾ അത്രയും വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാലോ. നമ്മൾ ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ ക്രാൻബെറി, ആപ്രിക്കോട്ട്, പ്രൂൺസൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ വന്നത്. അപ്പം ഞാൻ വേറെ 2-3 ഷോപ്പിലും കൂടി കയറി നോക്കാമെന്ന് വിചാരിച്ചു. റേറ്റും ക്വാളിറ്റിയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഇതേ ബ്രോഡ്വേ ആകെ ക്രിസ്മസ് മയ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഓർമ്മകളിലോട്ടൊക്കെ പോവും. എൻ്റെ അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര എന്താ പറയുക, ക്രിസ്മസ് ട്രീ ഒരിക്കലും നല്ല രസമല്ലേ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ. എനിക്കതൊക്കെ ഓർമ്മകളൊക്കെ വരും. ഈ ചില്ല് ഭരണിയിലൊക്കെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിക്കണതാണ് നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഇതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം മിക്ക ഷോപ്പിലും ഉണ്ട് ഇങ്ങനത്തെ ജാറ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന് ഇത്തിരി കൊള്ളാൻ തോന്നി. റേറ്റ് ഡിഫറൻസും ഉണ്ട്, പിന്നെ നല്ല ക്വാളിറ്റിയും ഉള്ള ഡ്രൈ ഫ്രൂട്ട്സാണെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രിസ്മസൊക്കെ ആഘോഷിക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ. ഈ കേക്കിൻ്റെ തിരക്കൊക്കെ കാരണം. അതുകൊണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. സാരമില്ല, ബിസിനസ് നടക്കണ്ടേ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു, പാക്ക് ചെയ്തു, ബില്ല് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് റമ്മ് മേടിക്കണം. മെയിനായിട്ട് അതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ബിവറേജിൻ്റെ തന്നെ കടവന്ത്രയിൽ. അവിടെ വന്നിട്ട് നമ്മൾ ഓൾഡ് മങ്കിൻ്റെ റമ്മ മേടിച്ചത്. ഒരു ലിറ്ററിൻ്റെ 2 ബോട്ടിൽ മേടിച്ചു. അപ്പോൾ അതേ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ക്ലീനാക്കി, കിസ്മിസൊക്കെ ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിത് നമുക്ക് സോക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഈ ചെറിയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആപ്രിക്കോട്ടും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ജാറും ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും പാടില്ല ജാറിൻ്റെ അകത്തൊക്കെ. നമ്മൾ ഏതിലാണോ മിക്സ് ചെയ്യുന്നത് അതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ. അപ്പം ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഫിഗും ചെറീസും, ചോപ്പർ ഉണ്ടെങ്കിൽ ചെറിയൊക്കെ അതിലൊന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഡേറ്റ്സ് ഇതിൻ്റെ ഒപ്പം സോക്ക് ചെയ്യാറില്ല. അത് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ബാറ്ററിലോട്ട് ഇത് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഡേറ്റ്സും നല്ല ക്വാളിറ്റി ഉള്ള നോക്കി എടുക്കണം. ഇപ്പോൾ അതേ കിസ്മിസും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ സോക്ക് ചെയ്യണത് നമ്മൾ എത്ര നേരത്തെ സോക്ക് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ പ്ലം കേക്കിന്. നമ്മൾ വീടുകളിലുണ്ടാക്കുന്ന പ്ലം കേക്കിന് ഒരു പ്രത്യേക സ്വാദാണ്. എനിക്ക് പണ്ടൊന്നും ഈ പ്ലം കേക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു വേറൊരു സ്വാദാണ്. ഇതെല്ലാം മിക്സ് ചെയ്തു. നല്ല ഭംഗിയിലെ കാണാൻ, പല കളറിൽ. ഇനി നമുക്ക് ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു 2 വർഷം മുന്നേ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഇരുന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് ഇതാവണം. അപ്പോഴാണത് നല്ല സോഫ്റ്റായിട്ട് കേക്കിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. റമ്മിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല
ടേസ്റ്റ് ആയിരിക്കും ആ റമ്മിൻ്റെ ഫ്ലേവറൊക്കെ കേക്കിലോട്ട് ചെല്ലുമ്പോഴേ. അപ്പോൾ നമുക്കൊരു 1.5 ലിറ്റർ റമ്മ ഒഴിച്ചു കൊടുക്കുക. റമ്മ ഒഴിച്ചു കൊടുക്കണം, ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കേക്കിന് നല്ല സ്വാദ് കൂടാനും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കേടാകാതിരിക്കാതിരിക്കുകയാണ്. ഈ റമ്മ ഒഴിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഇടയ്ക്ക് തീരണ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഗ്രേപ്പ് വൈൻ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഗ്രേപ്പ് വൈനും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെകയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും ഡ്രൈ ഫ്രൂട്ട്സും വൈനും റമ്മും ഒക്കെ വേറിട്ട് കിടക്കും അങ്ങനെ. പക്ഷേ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും റമ്മും വൈനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് പിടിച്ച് മുന്തിരിയൊക്കെ നല്ല സോഫ്റ്റോ. എന്നിട്ട് അത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കിയേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് സോക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എഗ്ലെസ് പ്ലം കേക്കിൻ്റെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഞാനിതിൽ കൊടുത്തേക്കാം, പിൻ ചെയ്തേക്കാം. ഇനി വേറെ കേക്കിൻ്റെ റെസിപ്പി ഇടുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് ഇടുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ക്രിസ്മസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.